ഉണക്കമീൻ കറി കണ്ടാലോ? മത്തിയാണ് എടുത്തിരിക്കുന്നത്, ഉണക്ക മത്തിയാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം ഒരു ചീഞ്ചട്ടിയിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത് മൂന്നും ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നിറയെ ചെറിയുള്ളിയാണ് അതിന് ആവശ്യമുള്ളത്. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ തക്കാളിൻ്റെ ഒപ്പം കുരുമുളകും കുറച്ച് ജീരകം, നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞ പോലെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഈ കറി എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ളൊരു കറിയാണ്. നമ്മൾ നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി മീൻ കറിയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വഴറ്റിയ ശേഷം അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഇത് രണ്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇത്രയും പൊടികളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ 3 പൊടികളും കൂട്ടിയിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ കറി മുന്നേ നമ്മൾ 2-3 ടൈപ്പ് കറി വെച്ചപ്പോഴും നമ്മൾ മീൻകറി പല രീതിയിലാണല്ലോ വെക്കുക. അങ്ങനെ എനിക്ക് കുറച്ച് നല്ല ഇഷ്ടം തോന്നിയൊരു കറിയാണ് ഈ റെസിപ്പി. തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് അരച്ച് വെക്കണം കേട്ടോ. ചൂടാറിയ ശേഷം ഒന്ന് അരച്ച് വെക്കുക നമ്മൾ. അതിനുശേഷം വീണ്ടും എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉണക്കമീൻ കറി നല്ല ടേസ്റ്റ്. ഇതിൽ കുറച്ച് മാങ്ങയൊക്കെ ഇട്ട് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് മാങ്ങ കിട്ടാണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ലാന്നേ ഉള്ളൂ. മാങ്ങയുള്ള ഒരു ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ പുളി ഇല്ലല്ലേ, നമ്മുടെ സാധാരണ വാളൻപൊടി, അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഇതിന് പച്ചമണമൊക്കെ മാറി നന്നായി തിളച്ച് വന്ന ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ മത്തി, കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമത്തി ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല തിള വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. മത്തി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് വെന്ത ശേഷം എടുക്കാം. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.